കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ എടുക്കുന്നത് കേരള രാഷ്ട്രീയത്തെ വീണ്ടും ഒരു ശബരിമല തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയാണ്. 2018 വിധിക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ ധ്രുവീകരണം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുപോലെ ഇത്തവണയും വോട്ട് ബാങ്കുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ വിഷയം കാരണമാകും. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം പതിറ്റാണ്ടുകൾ നീണ്ടതാണ്. 1991 കേരള ഹൈക്കോടതി വിധിയിലൂടെയാണ് 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചത് ആചാരത്തിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. എന്നാൽ 2006 യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയാണ് നിലവിലെ നിയമയുദ്ധത്തിന് വഴിയൊരുക്കിയത്. ഈ കേസിൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ രാഷ്ട്രീയമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. 2007 VS അച്യുതാനന്ദൻ സർക്കാർ യുവതി പ്രവേശനം അനുവദിക്കാമെന്ന വിപ്ലവാത്മകമായ നിലപാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി നൽകി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ മുൻ സർക്കാരിന്റെ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്നും യുവതി പ്രവേശനം പാടില്ലെന്നും സത്യവാങ്മൂലം നൽകി. 2016 നവംബർ പിണറായി സർക്കാർ അധികാരമേറ്റയുടൻ വീണ്ടും നിലപാട് മാറ്റി. ലിംഗസമത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി കേരളത്തെ 2 തട്ടിലാക്കി. ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് വിശ്വസിച്ച ഒരു വലിയ വിഭാഗം തെരുവിലിറങ്ങിയപ്പോൾ വിധി നടപ്പാക്കാൻ സർക്കാർ കാണിച്ച തിടുക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള മുൻ ബെഞ്ചിലെ 8 ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിൽ പുതിയ 9 അംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത്.